ഉപയോഗിച്ചിരുന്ന രീതികള്, അവരുടെ അറേഞ്ച്മെന്റ്, ഇതിന്റെ എല്ലാം ബിംബം, ഇമേജ് ഇവരുടെ തലച്ചോറിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അതുപോലെയൊക്കെ ആയില്ലെങ്കിൽ ഇവിടെ എല്ലാം താറുമാറായി എന്ന ചിന്തയിലാണ് അവരിയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇതാ ശ്രദ്ധിക്കുക, ഇതൊരു അനുഗ്രഹീതമായ കുടുംബമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ ടെൻഷനെല്ലാം നമ്മൾ മാറണം. നമ്മുടെ കുടുംബം സ്നേഹം കൊണ്ട് നിറയണം. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ വ്യക്തമായ ഒരു കുടുംബനാഥന്റെയും കുടുംബനായികയുടെയും വ്യക്തമായ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയെ കുറിച്ച് ഭാര്യ ഭർത്താക്കന്മാർ അവബോധമുള്ളവരായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇതാ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. ഏത് ഭർത്താവാണ് ചിന്തിക്കുക ഈ കുടുംബം പൊളിഞ്ഞു പോകണമെന്ന്? ഏത് ഭാര്യയാണ് ചിന്തിക്കുക ഈ കുടുംബം പൊളിയണമെന്ന്? വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും ദമ്പതിമാർ ആഗ്രഹിക്കുമോ ഈ കുടുംബം പൊളിയണമെന്ന്? എല്ലാവരുടെയും ആഗ്രഹം കുടുംബം ഉയർത്തണമെന്നാണ്. പിന്നെ എന്താണ് കുടുംബത്തിൽ സംഭവിക്കുക? ആ ഉയർത്തുക എന്ന ആശയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ ഭിന്നതയാണ്. ഉദ്ദേശം എല്ലാവരുടെയും നല്ലതാണ്. നല്ല ഒരു ഉദ്ദേശമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളത്, ഈ കുടുംബത്തെ ഉയർത്തുക, വളർത്തുക എന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതനുസരിച്ചാണ് ഭാര്യയും ഭർത്താവും പ്രവർത്തിക്കുക. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കുന്നു. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഭാര്യ ചിന്തിക്കുന്നത് എന്താ? അയാളെ പറഞ്ഞത് എനിക്കെതിരായിട്ടാണ്, എന്റെ വീട്ടുകാർക്കെതിരായിട്ടാണ്, എന്റെ മാതാക്കന്മാർക്കെതിരായിട്ടാണ്. ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുക. ഒരിക്കലും നിങ്ങൾ ഭർത്താവ് എന്തെങ്കിലും പറയുന്നത്, അല്ലെ ഭാര്യ എന്തെങ്കിലും പറയുന്നത് എനിക്കെതിരായിട്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന പൈശാചിക പീഡ നമ്മുടെ തലയിൽ നിന്ന് കളയണം. അത് എനിക്കെതിരായിട്ടാണ്. നിങ്ങൾ ഒരിക്കലും പേഴ്സണലായിട്ട് എടുക്കരുത്. ഒരു ഭർത്താവ്, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അല്ലാതെ നമുക്കെതിരായിട്ടാണ് വ്യാഖ്യാനിക്കരുത്. അങ്ങനെ വ്യാഖ്യാനിപ്പിക്കുന്നത് പൈശാചിക പീഡയാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചാണ് കുടുംബം തകരുന്നത്. ആ ഭർത്താവ് അത് പറഞ്ഞത് എനിക്കെതിരായിട്ടാണ്, ഭാര്യ പറഞ്ഞത് എനിക്കെതിരായിട്ടാണ്, എന്റെ വീട്ടുകാർക്കെതിരായിട്ടാണ്, എന്നെ തളർത്തി കെട്ടാനായിട്ടാണ്. ഇത്തരം ചിന്തകൾ കൊണ്ട് ഇത് പല കുടുംബങ്ങളും കൊച്ചു കൊച്ചു കാരണങ്ങളെ തട്ടി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടിന് മിറ്റഭാഗത്ത് വലിയ ഒരു മലയുണ്ടെന്ന് വിചാരിക്കുക. ഒരിക്കലും നിങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ ഈ മലയിൽ തട്ടി നിങ്ങൾ ആരും മറിഞ്ഞു വീഴുകയില്ല. മറിഞ്ഞു വീഴുന്നത് ആ വീടിന് മുറ്റത്ത് കിടക്കുന്ന കൊച്ചു കല്ലെ തട്ടിയായിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കുക, കുടുംബ ജീവിതത്തിന്റെ പരിഭാവനതയ്ക്ക് ആവശ്യമായ പരസ്പരം മനസ്സിലാക്കപ്പെടുന്ന ഒത്തിരി ഒത്തിരി കൊച്ചു കൊച്ചു കാര്യങ്ങളില് ഈ കുടുംബ ജീവിതത്തിന്റെ വിജയവും പുരോഗതിയും ഇരിക്കുന്നുവെന്നും ഇത്തരം മനസ്സിലാക്കപ്പെടുന്ന അനുഭവങ്ങളുടെ ചക്രം തിരിയുന്നതിലൂടെയാണ് ഇത് ദൈവസന്നിധിയിലേക്ക് അതിവേഗം ഉയരുന്നതെന്ന് മനസ്സിലാക്കുവാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, പുരോഹിതന്റെ ഒരു ജോലി ബലിയർപ്പണമാണെങ്കിൽ പുരോഹിതന്റെ അതിപ്രധാനമായ മറ്റൊരു ജോലി അനുഗ്രഹിക്കുക എന്നതാണ്. ദൈവം മോശയോട് പറഞ്ഞു, നീ അഹരോൻ പുരോഹിതനോട് പറയുക, എന്താണ്? എന്റെ ജനത്തെ അനുഗ്രഹിക്കുക എന്ന്. എന്റെ ജനത്തെ അനുഗ്രഹിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെ ജോലി അനുഗ്രഹിക്കുക എന്നതാണ്. കുടുംബത്തിലെ പുരോഹിതരാണ് മാതാപിതാക്കന്മാരെ. നിങ്ങൾ മക്കളെ അനുഗ്രഹിക്കാൻ തയ്യാറാകണം. നിങ്ങൾ പരസ്പരം അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുക എന്നത് ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത്? അനുഗ്രഹിക്കാൻ ആവശ്യമായ നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നമ്മുടെ ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വചനം വായിക്കുമ്പോൾ ഈ വചനം എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ കൊള്ളുന്ന ഒരു വചനമാണ്, നിങ്ങളത് കുറിച്ചു വയ്ക്കൂ. ആ വചനം പറഞ്ഞ് മക്കളെ അനുഗ്രഹിക്കൂ. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവപിതാവിന്റെ സ്വഭാവം എന്തെന്ന് നമുക്കറിയാം. ബൈബിളിലെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ഉറക്കെ പരസ്യമായി പറയുന്ന ഒരേ ഒരു വാചകമാണ് ഉള്ളത്. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഉള്ളത്. ഒന്ന് തബോർ മലയിൽ വെച്ചും രണ്ട് യോർദാൻ നദിയിൽ വെച്ചും സ്വർഗ്ഗസ്ഥനായ പിതാവ് പറഞ്ഞു,
ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. മനസ്സിലായല്ലോ അപ്പന്റെ സ്വഭാവം? ഇതാ ഈശോ പറയുകയാണ്, എന്റെ അപ്പന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ അപ്പൻ അനുഗ്രഹിക്കുന്ന അപ്പനാണ്, അഭിനന്ദിക്കുന്ന അപ്പനാണ്, പ്രോത്സാഹിപ്പിക്കുന്ന അപ്പനാണ്. ഇതാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വഭാവം. ഈ പിതാവിന്റെ മക്കളാണ് നമ്മള്. അതുകൊണ്ട് കുടുംബത്തിലെ മാതാപിതാക്കന്മാര് ഈ അപ്പന്റെ സ്വഭാവം സ്വീകരിക്കാൻ തയ്യാറാകണം. അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മുദ്രയായി പതിപ്പിച്ചു വെക്കണം. അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അനുഗ്രഹിക്കുക. ഇത് എല്ലാ മാതാപിതാക്കന്മാരും ബോധപൂർവം ജീവിതത്തിൽ ശീലിക്കുവാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ. പുരോഹിതൻ മധ്യസ്ഥനാണ്. പുരോഹിതൻ മധ്യസ്ഥനാണ്. ജനത്തിന് വേണ്ടി, ജനത്തിന് പറയാനുള്ളത് മുഴുവനും ദൈവത്തോട് പറയുവാൻ വേണ്ടി ഇതാ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നവനും, അതുപോലെ തന്നെ ദൈവത്തിന് പറയാനുള്ളതെല്ലാം ജനത്തോട് പറയാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി ജനത്തിന് മുമ്പിൽ നിൽക്കുന്നവനുമാണ് പുരോഹിതൻ. സഹോദരങ്ങളെ, പുരോഹിതൻ ഒരു മധ്യസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഓരോ കുടുംബത്തിലും മാതാപിതാക്കന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ മധ്യസ്ഥതയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ക്രിസ്തീയ കുടുംബത്തില് നമുക്ക് വളരാനായിട്ട് പറ്റുകയില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കൂ, പർദീസായിലെ ദൈവം ആദത്തോട് ചോദിച്ചു. ആദത്തെ ദൈവം ചോദ്യം ചെയ്തു. നമുക്കറിയാം, ആദ്യം പാപം ചെയ്തത് ഹവ്വയാണ്. പക്ഷെ ദൈവം ചോദിച്ചത് ആദത്തോടാണ്. എന്തായിരിക്കാം അങ്ങനെ ചോദിക്കാൻ കാരണം? കാരണം അവര് ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ടാണ്. എന്താണ് കാരണം? ഭാര്യയ്ക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കേണ്ട ആളാണ് ഭർത്താവ്, ഭർത്താവിന് വേണ്ടി ദൈവത്തോട് സംസാരിക്കേണ്ട ആളാണ് ഭാര്യ. എന്നാല് ആദ്യത്തെ ഭർത്താവായ ആദം, പ്രിയപ്പെട്ടവരെ, പരാജയപ്പെട്ടു. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദൈവത്തിന് മുമ്പ് നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ ഭാര്യയെ കുറ്റം പറഞ്ഞു. ദൈവത്തിന് ഭാര്യയ്ക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ഹാജരാകാൻ അയാൾ തയ്യാറായില്ല. അയാൾ ഭാര്യയെ കുറ്റം പറഞ്ഞു. ഭാര്യയും ഭർത്താവിന് വേണ്ടി ദൈവം മുമ്പിൽ നിൽക്കുവാൻ തയ്യാറായില്ല. ആദ്യത്തെ ദമ്പതിമാരുടെ ആ അത് പരാജയമായി മാറി. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചരിത്രത്തിൽ ഒരു യഥാർത്ഥ മണവാളൻ കടന്നു വന്നു, യേശു. ആ യേശുവിന്റെ മണവാട്ടിയാണ് നമ്മൾ എല്ലാവരും. ആ യേശുവാകട്ടെ മണവാട്ടിയായ നമുക്ക് വേണ്ടി ദൈവപിതാവിന്റെ മുമ്പിൽ നിന്നു. നമ്മൾ പാപികളായിരിക്കെ ആ യേശു നമുക്ക് വേണ്ടി പിതാവിന്റെ മുമ്പിൽ ഹാജരായി. ഗെത്സമേൻ തൊട്ട് കാൽവരി കുരിശ് വരെ മനുഷ്യനിൽ നിന്ന് എന്തുമാത്രം പീഡകൾ യേശുവിനെ ഏൽക്കേണ്ടി വന്നു. ഇത്രയും പീഡകളെല്ലാം യേശുവിനെ ഏൽക്കേണ്ടി